ഹലോ. കുറച്ച് ദിവസത്തിന് ശേഷമാണല്ലേ നമ്മൾ കാണുന്നത്. കുറച്ച് യാത്രയൊക്കെ ആയിരുന്നു, അതായിരുന്നു കുറച്ച് ഡിലേ വന്നത്. എന്തായാലും ഇനി ഡിലേ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ക്ലാസ്സുകളിലേക്ക് കിടക്കാം. നമ്മളിപ്പം 7 ലെസൺസ് ഈ സീരീസിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 8ഉം 9ഉം 10ഉം 3 ലെസൺസ് നമുക്ക് ലെസൺസായിട്ട് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും. അങ്ങനെയല്ലേ നമ്മൾ ഈ 30 ഡേയ്സ് ചലഞ്ച് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇനി ഇൻറ്ററപ്ഷൻസ് ഒന്നും ഉണ്ടാവാണ്ട്, എന്നുവെച്ചാൽ ഇടയിൽ ബ്രേക്സ് ഒന്നും ഉണ്ടാവാണ്ട് 3 ലെസൺസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോണ എന്തിനെക്കുറിച്ചാണെന്ന് പറയാം. നമ്മൾ പലപ്പോഴും ഈ സെൻറ്റൻസസ് ഉണ്ടാക്കുമ്പം എന്ത് പ്രപ്പസിഷനാണ്, ഇപ്പോൾ ഇതിനോട് സാമ്യമുണ്ട്, ഒരുപോലെയാണ് എന്നൊക്കെ പറയാൻ സിമിലർ എന്നുള്ള വാക്കറിയാം. പക്ഷേ സിമിലർ കഴിഞ്ഞിട്ടൊരു വാക്കുണ്ട് ടു. അപ്പം അങ്ങനത്തെ സിമിലർ ടു ആണോ? ഈ ഗുഡ് ആറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഗുഡ് ഫോർ എന്ന് കേൾക്കാറുണ്ട്, ഇൻട്രസ്റ്റഡ് ഇൻ എന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ ഈ ഫോർ, ഇൻ, ടു ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോണത്. ഇത് യൂസ്ഫുൾ ആയിരിക്കും, കാരണം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളിൽ ഇതൊക്കെ കയറി വരും. അപ്പോൾ ഇത് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റാണ്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഒരാൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വളരെ നല്ലതാണ് എന്ന് പറയാൻ ഗുഡ് അറ്റ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാം. ഈ ഗുഡിന് പകരം അയാൾ വളരെ മോശമാണെങ്കിൽ ബാഡ് അറ്റ് എന്ന് പറയാം. അയാൾ ഭയങ്കര അടിപൊളിയാണെങ്കിൽ അമേസിങ് അറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ബ്രില്യൻ്റ് അറ്റ്, അല്ലെങ്കിൽ വളരെ മോശമാണെങ്കിൽ ടെറബിൾ അറ്റ്. മനസ്സിലായോ? ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞുതരാം. കണക്കിൽ അവൻ മിടുക്കനാണ് എന്ന് പറയും. ഹീ ഈസ് റിയലി ഗുഡ് അറ്റ് മാത്സ്. നിങ്ങൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങൾ മാത്സ് എന്ന് പറയാം, അമേരിക്കൻ ഇംഗ്ലീഷ് ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്സ് എന്ന് പറയാം. ഹീ ഈസ് റിയലി ഗുഡ് അറ്റ് മാത്സ്. കണ്ടോ, അവിടെ അറ്റ് വേണം. നല്ല കേക്കൊക്കെ ഉണ്ടാക്കാൻ അവൾ മിടുക്കിയാണ്, ഇങ്ങനെ പറയും. ഷീ ഈസ് അമേസിങ് അറ്റ് ബേക്കിംഗ് കേക്ക്സ്. ഒന്നില്ലെങ്കിൽ അറ്റ് കഴിഞ്ഞിട്ടൊരു സാധനം, ഇപ്പോൾ മാത്സ് എന്ന് വെച്ചാൽ കണക്ക് അല്ലേ, ആ സബ്ജക്റ്റ്. അല്ലെങ്കിൽ ഒരു പ്രവൃത്തി പറയുകയാണെങ്കിൽ ബേക്കിംഗ് അങ്ങനെ പറയണേ, അറ്റ് ബേക്കിംഗ് കേക്ക്സ്. വിനി ഈസ് ഗുഡ് അറ്റ് ടീച്ചിങ് ഇംഗ്ലീഷ്, ആ രീതിയിൽ കേട്ടോ. ഒരു പ്രവൃത്തിയാണെങ്കിൽ ING വെച്ച് പറയാം. ഒരു വസ്തു അവരടുത്ത് പറയാൻ പറ്റില്ല, എല്ലാവരും അറിയും. അപ്പോൾ സീക്രട്സ് ഒന്നും പറയാൻ പറ്റില്ല അവരുടെ അടുത്ത്, അങ്ങനെ പറയും. ദേ ആർ ഓഫുൾ, അല്ലെങ്കിൽ ബാഡ് പോലുള്ള വാക്കാണ് ഓഫുൾ അറ്റ് കീപ്പിംഗ് സീക്രട്സ്. സീക്രട്സ് വെക്കുക, കീപ്പിംഗ് സീക്രട്സ്, ആ കാര്യത്തിൽ അവർ മോശമാണ്. ദേ ആർ ഓഫുൾ അറ്റ് കീപ്പിംഗ് സീക്രട്സ്. ആൾക്കാരുടെ പേരുകൾ ഓർക്കാൻ എനിക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവത്തിൽ നമ്മൾ നല്ലതാണ് അല്ലെങ്കിൽ മോശമാണെന്ന് പറയാനാണ് ഗുഡ് അറ്റ് അല്ലെങ്കിൽ ബാഡ് അറ്റ്. ഐ ആം ബാഡ് അറ്റ് റിമെമ്പറിങ് പീപ്പിൾസ് നെയിംസ്. പൊതുവെ നമ്മൾ റിമെമ്പർ എന്നുള്ള വേർബ് ING ഫോമിൽ ഉപയോഗിക്കാറില്ല. ഞാൻ ഓർത്തെടുത്തുകൊണ്ടിരിക്കുക, ഐ എം റിമെമ്പറിങ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കില്ല. ഉപയോഗിക്കുന്ന ചില കേസ് ഉണ്ട്, അതിലൊന്നാണ് ഇങ്ങനെ. ബാഡ് അറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇന്നൊരു കാര്യത്തിൽ എന്ന് പറയാൻ റിമെമ്പറിങ് ആൾക്കാരുടെ പേരുകൾ, പീപ്പിൾസ് നെയിംസ്. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം അല്ലേ. ഗുഡ് അറ്റ് ബാഡ് അറ്റ് ആ രീതിയിലാണ് ഉപയോഗിക്കുക. ഇന്നൊരു കാര്യത്തിന് എന്ന് പറയാൻ ആ പ്രവൃത്തിയാണെങ്കിൽ ING, ഇല്ലെങ്കിൽ ആ കാര്യമാണെങ്കിൽ ഇപ്പോൾ മാത്സ് ആണെങ്കിൽ മാത്സ്, അങ്ങനെ ആ സാധനം മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അബൌട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു വികാരം ഉണ്ടാവുക, അപ്പോൾ ആംഗ്രി ആവുക, എക്സൈറ്റഡ് ആവുക, ഹാപ്പി ആവുക, നെർവസ് ആവുക, സാഡ് ആവുക, സ്ട്രെസ്ഡ് ആവുക, വറീഡ് ആവുക, ഇങ്ങനെ എല്ലാ നമ്മുടെ വികാരങ്ങൾ വരുമ്പോഴും ആ വികാരങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇതെന്താണ്, ഇങ്ങോട്ടാണിത് പോകണമെന്ന് തോന്നും. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഡിസിഷൻ ആരോ എടുത്തു. ആ ഡിസിഷൻ എനിക്ക് അറിഞ്ഞപ്പോഴേ ദേഷ്യം പിടിച്ചു. അപ്പോൾ ഐ ആം ആംഗ്രി, എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ കാരണം എന്താ? ആ ഡിസിഷൻ, അബൌട്ട് ദ ഡിസിഷൻ. ഐ ആം ആംഗ്രി അബൌട്ട് ദ ഡിസിഷൻ. ഓക്കെ. ഒരു പ്രസൻറ്റേഷൻ കൊടുക്കണം നിങ്ങൾക്ക്. അത് പറയുമ്പോഴേ നിങ്ങൾക്ക് നെഞ്ചിരിപ്പാണ്. അപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താ? നെർവസ് ആവുക. യു ആർ നെർവസ്. എന്ത് കാരണമാണ് നിങ്ങൾക്ക് നെർവസ്നെസ് വന്നത്? അബൌട്ട് ദ പ്രസൻറ്റേഷൻ. ഒരു ട്രിപ്പ് ഉണ്ട്. ട്രിപ്പ് എന്ന് കേട്ടപ്പോഴേ അവൾക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഷീ ഈസ് എക്സൈറ്റഡ് അബൌട്ട് ദ ട്രിപ്പ്. നിങ്ങൾക്കൊരു പരീക്ഷയുണ്ട്, ഭയങ്കര പേടിയാണ്. യു ആർ വറീഡ് അബൌട്ട് ദ ടെസ്റ്റ്. ട്രെയിൻ കുറച്ച് ലേറ്റായിയാ വരുന്നത്, അപ്പോൾ അവൾക്കിങ്ങനെ ആകെ ഒരു ഭ്രാന്ത് പിടിക്കുക. അനോയ്ഡ് ആയി അവൾ. ഷീ ഈസ് അനോയ്ഡ് അബൌട്ട് ദ ഡിലേ.
കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ് അങ്ങനെ ചെയ്യുക, അത് കഴിഞ്ഞാൽ പൈപ്പൂരി അവിടെ ഫിറ്റ് ചെയ്യുക. ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അപ്പം നമ്മുടെ ഒരു പയ്യനുണ്ട്, അവൻ കൺഫ്യൂസ്ഡ് ആയി. എന്താ അവനെ കൺഫ്യൂസ്ഡ് ആക്കിയത്? ഈ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഹീസ് കൺഫ്യൂസ്ഡ് അബൌട്ട് ദ ഇൻസ്ട്രക്ഷൻസ്. ഇപ്പം ക്ലിയർ ആയോ അത്? എന്തെങ്കിലും ഒരു വികാരം നിങ്ങളിൽ ഉണ്ടാക്കുക, ഏതെങ്കിലും ഒരു പ്രവൃത്തി. അപ്പോൾ ഇന്നൊരു കാരണം കൊണ്ടാണ് ആ വികാരം ഉണ്ടായതെന്ന് പറയാൻ അബൌട്ട് ആ കാര്യം പറയാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കാനുള്ളത് ഓഫ്. ഓഫ് എന്നാണ് നമ്മളത് പറയുക. എടുത്ത് പറയുമ്പോൾ ഓഫ് എന്ന് പറയുമെങ്കിലും സെൻറ്റൻസിൽ ഓഫ് ഓഫ് എന്നുള്ള സൗണ്ട് അധികം വരാതെ ഓഫ് എന്നേ വരുള്ളൂ. ഓഫ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിൽ എനിക്ക് പേടിയാണ്. പറക്കുന്നത്, ഇപ്പോൾ വിമാനത്തിൽ പറക്കുന്നത് എനിക്ക് പേടിയാണ് എന്ന് പറയണമെങ്കിൽ ഐ ആം സ്കേർഡ് ഓഫ് ഫ്ലൈയിങ്. ഐ എം സ്കേർഡ് ഓഫ് ഫ്ലൈയിങ്. ഓക്കെ, ഇന്നൊരു ഒരു സംഭവം നടക്കുന്നത് കാരണം നമുക്കുള്ളൊരു വികാരം. ഇപ്പം നേരത്തെയും ഇന്ന് ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്, അബൌട്ട് സംതിങ് എന്ന് പറഞ്ഞു. ചില കാര്യങ്ങളിൽ പക്ഷെ നമ്മൾ ഓഫ് ആണ് ഉപയോഗിക്കുക. എനിക്ക് ഭയങ്കര ക്ഷീണം. എങ്ങനെ ക്ഷീണം വന്നത്? കുറേ നേരം ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട്. അപ്പം ഐ എം ടയേർഡ് ഓഫ് വെയിറ്റിംഗ് ഫോർ ദ ബസ്. ടയേർഡ് ഓഫ് ഡൂയിങ് സംതിങ്, അങ്ങനെയാണ് പറയുക. ഐ എം ടയേർഡ് ഓഫ്, എന്താ പറയുക, എന്തെങ്കിലും ഒരു നിങ്ങളെ ടയേർഡ് ആക്കുന്ന എന്തെങ്കിലും കാര്യം അത് കഴിഞ്ഞിട്ട് പറയാം. ഐ എം ടയേർഡ് ഓഫ് വെയിറ്റിംഗ് ഫോർ ദ ബസ്. അല്ലെങ്കിൽ അവൻ്റെ ഒരു അനിയത്തിയുണ്ട്, സഹോദരിയുണ്ട്, അവൾക്ക് നല്ല മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇവന് ഭയങ്കര അസൂയ. അപ്പോൾ എങ്ങനെ പറയും? ഹീസ് ജെലസ്. അസൂയ ഉണ്ടെങ്കിൽ ജെലസ്. ഹീസ് ജെലസ് ഓഫ് ഹിസ് സിസ്റ്റേഴ്സ് സക്സസ്. ജെലസ് ഓഫ് സംതിങ്. ഓക്കെ, ക്ലിയർ ആയോ അത്? ഇനി ചില സമയത്ത് ടു ഉപയോഗിക്കും. ഈ ടു എങ്ങനെയാണ് ഉപയോഗിക്കുക? അപ്പം നമ്മൾ വികാരങ്ങളുടെ കുറിച്ച് പറഞ്ഞില്ലേ, ഇന്നൊരു കാരണം കൊണ്ട് ആംഗ്രി അബൌട്ട് ദ ഡിസിഷൻ, കൺഫ്യൂസ്ഡ് അബൌട്ട് ദ ഇൻസ്ട്രക്ഷൻസ്. ചില സമയത്ത് ഓഫ് വരും. സ്കേർഡ് ഓഫ് സംതിങ്, ഫ്രൈറ്റൻഡ് ഓഫ് സംതിങ്, അഷെയിംഡ് ഓഫ് സംതിങ്, ടയേർഡ് ഓഫ് സംതിങ്, ജെലസ് ഓഫ് സംതിങ്, അങ്ങനെയൊക്കെയാണ് ഓഫ് വരിക. അപ്പോൾ ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഇന്നൊരു കാര്യത്തിന് പേടിയാണെന്ന് പറയണമെങ്കിൽ ഐ എം സ്കേർഡ് ഓഫ് ആ സാധനം. അപ്പോൾ ചിലപ്പോൾ എന്താ പറയുക, ഡ്രൈവിങ് പേടിയുള്ള ആൾക്കാരുണ്ടാവും. അപ്പം ഐ എം സ്കേർഡ് ഓഫ് ഡ്രൈവിങ്. അങ്ങനെ ആ രീതിയിൽ സെൻറ്റൻസ് ഉണ്ടാക്കാം. ഇനി പലപ്പോഴും തെറ്റിക്കുന്ന സംഭവമാണ്, ഇന്നൊരാളോട് ആണ് അയാൾ കല്യാണം കഴിച്ചതെന്ന് പറയില്ലേ, അവിടെ നമ്മൾ പറയുമ്പം ടു എന്നുള്ള പ്രപ്പോസിഷനാണ് യൂസ് ചെയ്യുക. അവൻ എൻ്റെ അനിയത്തീനാണ് കല്യാണം കഴിച്ചത്. ഹീസ് മാരീഡ് ടു മൈ സിസ്റ്റർ. കല്യാണം കഴിച്ചത് ഇന്ന ആളെയാണ്, മാരീഡ് ടു സംബടി എന്നാണ് പറയുക കേട്ടോ, മാരീഡ് വിത്ത് അല്ല. അതുപോലെ ടു ഉപയോഗിക്കണേ കുറച്ച് വളരെ കോമൺ ആയി ഉപയോഗിക്കുന്ന സംഭവങ്ങൾ പറഞ്ഞുതരാം. മാരീഡ് മാത്രമല്ല, എൻഗേജ്ഡ്. അവനൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ആക്ടറിനെയാണ് അവൾ എൻഗേജ് ചെയ്തിരിക്കുന്നത്. എൻഗേജ്മെൻറ്റ് അവളുടെ കഴിഞ്ഞിരിക്കുന്നത് ആ ആക്ടറായിട്ടാണെന്ന് പറയാൻ ഷീ ഈസ് എൻഗേജ്ഡ് ടു എ ഫേമസ് ആക്ടർ. മനസ്സിലായോ? മാരീഡ് ടു, എൻഗേജ്ഡ് ടു. അതുപോലെ കമ്മിറ്റഡ് ടു. ഈ പ്രോജക്റ്റ് ഞാൻ എന്തായാലും സമയത്തിന് തീർത്തിരിക്കും. ഐ എം കമ്മിറ്റഡ് ടു. ഒരു കമ്മിറ്റ്മെൻ്റ് ആണല്ലേ, ചെയ്തിരിക്കും എന്ന് പറയുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് നമ്മുടെ. അപ്പോൾ ഐ എം കമ്മിറ്റഡ് ടു ഫിനിഷിങ് ദിസ് പ്രോജക്റ്റ് ഓൺ ടൈം. സമയത്ത് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് എനിക്കുണ്ട്. ഐ എം കമ്മിറ്റഡ് ടു ഡൂയിങ് ദാറ്റ്. അവൻ്റെ ചെറുപ്പകാലത്തിൽ അവന് വേറൊരു വീട്ടിൽ താമസിച്ചിരുന്നത്. ആ വീടുമായിട്ട് അവന് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ട്. എങ്ങനെ പറയും? ഹീസ് അറ്റാച്ച്ഡ് ടു ഹിസ് ചൈൽഡ്ഹുഡ് ഹോം. ചെറുപ്പത്തിൽ വളർന്നൊരു വീടുണ്ട്, അവിടെ അവന് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. ഹീസ് അറ്റാച്ച്ഡ് ടു ഹിസ് ചൈൽഡ്ഹുഡ് ഹോം. അപ്പോൾ മനസ്സിലായില്ലേ? എൻഗേജ് ടു, മാരീഡ് ടു, കമ്മിറ്റഡ് ടു, അറ്റാച്ച്ഡ് ടു. പിന്നെ വേറൊരു വളരെ കോമൺ ആയി വരുന്നതാണ് ഐഡൻറ്റിക്കൽ ടു. ഒരേപോലെ ഉണ്ടെങ്കിൽ, ദിസ് പെയിൻറ്റിങ് ഈസ് ഐഡൻറ്റിക്കൽ ടു ദ ഒറിജിനൽ. ഒറിജിനൽ പെയിൻറ്റിങ്ങിനെ പോലെ തന്നെ ഉണ്ട് ഇത്. ദിസ് പെയിൻറ്റിങ് ഈസ് ഐഡൻറ്റിക്കൽ ടു ദ ഒറിജിനൽ. ഞാൻ ഫോണിനോട് ഭയങ്കര അഡിക്റ്റഡ് ആണ്. ഐ എം അഡിക്റ്റഡ് ടു മൈ ഫോൺ. ഇനി അതുപോലെ അലർജിക്. ഐ എം അലർജിക് ടു നട്ട്സ്. നട്ട്സ് എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അല്ലേ, ചിലവർക്ക് അലർജി ഉണ്ടാവും. അപ്പോൾ ഐ ആം അലർജിക് ടു നട്ട്സ്. അപ്പോൾ അതിന് മനസ്സിലായല്ലോ? മാരീഡ് ടു, എൻഗേജ് ടു, കമ്മിറ്റഡ് ടു, അഡിക്റ്റഡ് ടു, അലർജിക് ടു, ഐഡൻറ്റിക്കൽ ടു, സിമിലർ ടു, അറ്റാച്ച്ഡ് ടു.
അത് ഒന്ന് പഠിച്ചാൽ നമുക്കിത് ഓർമ്മയുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് അതൊന്ന് മനസ്സിലാക്കി പോയാൽ മതി. എന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ പറ്റുമെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ ഉത്തരം കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ പറ്റാത്തത് മാത്രം ഒന്ന് സ്പെസിഫിക് ആയി നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അത് മാത്രം ഒന്ന് പഠിച്ചാൽ മതി. ഇനി ഒരാൾക്ക് വേറൊരാളോടുള്ള ബിഹേവിയർ എങ്ങനെയാണെന്ന് കാണിക്കാനും ടു ഉപയോഗിക്കും. എന്നോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അവൻ. ഹി വാസ് റിയലി ഫ്രണ്ട്ലി ടു മീ. എന്നോട് ഫ്രണ്ട്ലി ആയിരുന്നു എന്ന് കാണിക്കാൻ ഹി വാസ് ഫ്രണ്ട്ലി ടു മീ. നിന്നോട് അവൻ നന്നായി പെരുമാറിയോ? വാസ് ഹി നൈസ് ടു യു? ഫ്രണ്ട്ലി ടു സമ്മൺ, നൈസ് ടു സമ്മൺ. അതുപോലെ അവൻ എല്ലാവരോടും കുറച്ച് പേര് എൻ്റെ കോഴ്സുകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വാട്സാപ്പിൽ ഒരു സിമ്പിളായിട്ടൊരു കോഴ്സ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് എനേബിൾ ചെയ്യിക്കുന്ന ഒരു കോഴ്സ് എടുക്കുന്നുണ്ട്. പെട്ടെന്നൊന്ന് ഇംഗ്ലീഷ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 മന്തിൽ ഇത് എടുക്കുന്നുണ്ടെങ്കിലും 1 മന്തിൽ ഫ്ലുവൻസി അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഡിഫിക്കൽട്ടാണ്. പക്ഷെ നമുക്ക് നമ്മുടെ എടുക്കുന്ന എഫേർട്ട് എടുത്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് അടുത്ത ദിവസം അത് കണ്ടിന്യൂ ചെയ്യാമല്ലോ. 1 മന്ത് കഴിഞ്ഞിട്ട് നിർത്തേണ്ട കാര്യമില്ല, കണ്ടിന്യൂ ചെയ്യാമല്ലോ. അപ്പോൾ 1 മന്തിൽ നമ്മുടെ പരിപാടി തീരും. പക്ഷേ 1 മന്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു കോഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ കാണിക്കാം, അവിടേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോൾ ഫെബ്രുവരി 15-നാണ് അടുത്ത ബാച്ച് തുടങ്ങുക. അപ്പോൾ ഇപ്പോഴേ അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ഇരിക്കാവുന്നതാണ്. അപ്പോൾ ഫെബ്രുവരി 15 ആകുമ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളും കൂടെ ചേർത്ത് ക്ലാസ് തുടങ്ങും. ഇനി അതല്ലാണ്ട് കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞ കോഴ്സിൽ നമ്മൾ ഗ്രാമർ ഒന്നും കവർ ചെയ്യുന്നില്ല. വാട്സപ്പ് കോഴ്സിൽ നമ്മൾ ഈ കുട്ടികളൊക്കെ പഠിക്കുന്ന രീതിയിലാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അതല്ല, ഗ്രാമറൊക്കെ കറക്റ്റായിട്ട് പഠിച്ചിട്ട് ഒരു ഫോർമലായിട്ട് കറക്റ്റായിട്ട് പഠിക്കണം എന്നുള്ളവർക്ക് എൻ്റെ വെബ്സൈറ്റ് വഴിയുള്ള കോഴ്സ് എടുക്കാൻ പറ്റും. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കും. ഒരു B1 ലെവലൊക്കെ നമുക്ക് ഇംഗ്ലീഷ് അറിയേണ്ട എല്ലാ കാര്യങ്ങളും പഠിക്കും. ആകെ ഞാൻ എപ്പോഴും പറയാം, ഒരു കോഴ്സ് എടുക്കുമ്പം അത് നന്നായി ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും കോഴ്സ് എടുക്കണേ, നന്നായി ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പലർക്കും കോഴ്സിലെടുത്താൽ അത്ര എഫക്റ്റീവ് ആവാറില്ലല്ലോ. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മളതിൽ എത്രമാത്രം നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കോഴ്സിൻ്റെ ഒരു കാര്യം ഞാൻ പറയണത്, ഒന്ന്, എല്ലാ ദിവസവും 90 ഡേയ്സിലാണ് കോഴ്സ്, ഫുൾ കോഴ്സ് എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് കോഴ്സിന് വേണ്ടി മാറ്റി വയ്ക്കുക. നമ്മൾ ഒരു ദിവസം ഇരുന്നിട്ടൊരു 2-3-4 മണിക്കൂർ പഠിച്ചിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല. എല്ലാ ദിവസവും ഇത്തിരി പഠിക്കണം. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബ് കണ്ട് പഠിച്ചിട്ടുണ്ടാകും, വേറെ സ്ഥലത്തു നിന്ന് പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ സംശയങ്ങൾ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ സംശയങ്ങൾ എങ്ങനെ ചോദിക്കാമെന്നൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടാവും. എൻ്റെ കോഴ്സ് എടുക്കുന്നവർ അങ്ങനെ ഫീലിംഗ് വെച്ച് നിൽക്കരുത്, എല്ലാ സംശയങ്ങളും ചോദിക്കുക. ഞാൻ തന്നെയാണ് ഉത്തരം പറഞ്ഞുതരിക. മൂന്നാമത്തെ കാര്യം, സാധാരണ കോഴ്സുകളിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയില്ലേ ടീച്ചർ, അപ്പോൾ അത് കേട്ടിട്ട് കുട്ടികൾ പഠിക്കും. ശരിക്കും ഒരു കാര്യം പഠിക്കണമെങ്കിൽ നമ്മൾ കേൾക്കുന്നേക്കാൾ ഇമ്പോർട്ടൻറ്റ് നമ്മൾ സ്വയം ചിന്തിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കോഴ്സിൽ ഞാൻ അതാണ് ഏറ്റവും അധികം ഫോക്കസ് ചെയ്യണേ. അപ്പോൾ എങ്ങനെയാണ് കുട്ടികളെ കൊണ്ട് ചിന്തിപ്പിക്കുക അല്ലേ? നമ്മൾ ഈ പറഞ്ഞു തരുന്നത് കുട്ടികളെ കേട്ടോണ്ടിരിക്കും, പക്ഷെ അത് ചിന്തിച്ച് അവർ സ്വയം സെൻസ് ഉണ്ടാക്കണം. അത് എങ്ങനെയാണ് അത് സംഭവിപ്പിക്കുക എന്ന് വെച്ചാൽ ക്വിസ് വെച്ചിട്ടാണ്, ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് വളരെ ചെറുതാണ്, യൂട്യൂബിലെ വീഡിയോസ് അല്ല കേട്ടോ, സെപ്പറേറ്റ് ഒരു വീഡിയോ ആണ്, അതൊരു സെപ്പറേറ്റ് സിസ്റ്റമാണ്. അപ്പോൾ അതിൽ ചെറിയ വീഡിയോസാണ്. ആ വീഡിയോ കണ്ട് നമുക്ക് മനസ്സിലായത് വിചാരിക്കും. അപ്പോൾ ഞാൻ അവരോട് ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ ക്വിസ് സെറ്റ് ചെയ്തേക്കണേ. ക്വിസിലാണ് നമുക്ക് മനസ്സിലാവുക എവിടെയൊക്കെയാണ് നമുക്ക് പിടുത്തം കിട്ടാതിരുന്നത്. ഇങ്ങനെയല്ല അല്ലേ, ആ ഒരു തിരിച്ചറിവാണ് ലേണിംഗ് പോസിബിളാക്കുക. അപ്പോൾ അതിനുവേണ്ടി ക്വിസ്, ധാരാളം ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള തിരിച്ചും മറിച്ചൊക്കെ നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് വെച്ചുള്ള ക്വിസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വിസിൻ്റെ ഉത്തരങ്ങൾ ഗെസ് ചെയ്യരുത്. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് നന്നായി എൻ്റെ കോഴ്സിൽ പഠിക്കാൻ പറ്റും. എന്തൊക്കെയായിരുന്നു? 15 മിനിറ്റ് എല്ലാ ദിവസവും 90 ഡേയ്സിലേക്ക്. 2, എന്ത് സംശയം ഉണ്ടെങ്കിലും, എന്ത് പൊട്ട സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കുക. 3-മത്തത്, ക്വിസിൻ്റെ ആൻസേഴ്സ് ഗെസ് ചെയ്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു പോവുക. ഇത്രയും ചെയ്താൽ മതി. പിന്നെ ആ ഫുൾ കോഴ്സിനൊപ്പം പ്രാക്ടീസ് എങ്ങനെ ചെയ്യാനുള്ളത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാം, അത് മതി. വേറൊരു കോഴ്സ് നിങ്ങൾക്ക് ആലോചിക്കേണ്ട കാര്യം വരില്ല ഫുൾ കോഴ്സ് എടുക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പം അങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. എല്ലാവരും കോഴ്സ് എന്ന് പറയും, പക്ഷെ എന്താണ് ഒരു കോഴ്സ് എടുത്തിട്ട് നന്നായി ഒരു കുട്ടിക്ക് അതിന് ഡിഫറൻസ് ഉണ്ട്, ചേഞ്ച് ഉണ്ട് എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ എൻ്റെ പുറകെ നിൽക്കുന്നതുകൊണ്ടാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് ക്ലിയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ആ സംശയമൊക്കെ പോയി നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യാമെന്നുള്ള ആ ഒരു ഫീലിംഗ് വരണം. അപ്പോഴേ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഉപകാരത്തിലെത്തുള്ളൂ. ഓക്കെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. കോഴ്സ് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് കോഴ്സാണെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അല്ലാത്ത മറ്റേ കോഴ്സാണെങ്കിൽ 90 ഡേയ്സ് കോഴ്സാണെങ്കിൽ 90 ഡേയ്സ് ഡ്യൂറേഷനുള്ള കോഴ്സ് കേട്ടോ. 90 ഡേ
കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സ് ലെവൽ 1+2+3 എന്നാണ് അതിൻ്റെ വെബ്സൈറ്റിൽ കാണുക. അതാണെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ പോയി വാങ്ങിക്കാൻ പറ്റും. ഇപ്പോൾ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനാണ്. വിസ കാർഡോ മാസ്റ്റർ കാർഡോ യൂസ് ചെയ്താണ് വാങ്ങിക്കേണ്ടത്. റുപ്പേ കാർഡ് യൂസ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ. അതുപോലെ അവൻ എല്ലാവരോടും പൊളൈറ്റാണ്, നന്നായിട്ട് ഭവ്യതയോടുകൂടി സംസാരിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഹീ ഈസ് പൊളൈറ്റ് ടു എവ്രി വൺ. അതുപോലെ ഹെൽപ്ഫുൾ, പൊളൈറ്റ് മാത്രമല്ല ഹെൽപ്ഫുൾ ആണെങ്കിൽ ഹീ ഈസ് ഹെൽപ്ഫുൾ ടു സ്ട്രേഞ്ചേഴ്സ്. അറിയാത്ത ആൾക്കാരോട് വരെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഹീ ഈസ് ഹെൽപ്ഫുൾ ടു സ്ട്രേഞ്ചേഴ്സ്. അല്ലെങ്കിൽ കൈൻഡ് ടു, അവൾ കൈൻഡ് ആയിരുന്നു അവളുടെ ക്ലാസ്മേറ്റ്സിനോട്. വാസ് ഷീ കൈൻഡ് ടു ഹെർ ക്ലാസ്മേറ്റ്സ്. അപ്പോൾ ഒരാളോടുള്ള ബിഹേവിയർ ഇന്ന രീതിയിലാണ്. ഷീ വാസ് കൈൻഡ് ടു ആരോടാന്ന് വെച്ചാൽ അത്. ജനറസ് ടു ദെയർ നെയ്ബേഴ്സ്. അവർ ഓണം ക്രിസ്മസും വിഷു ഒക്കെ വരുമ്പോഴും ബിരിയാണിയും കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നെയ്ബേഴ്സിന് എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ ദേ ഹവ് ബീൻ ജനറസ്. ഭയങ്കര ജനറസ് എന്ന് വെച്ചാൽ അവരെല്ലാം കൊടുക്കാനുള്ളൊരു മനസ്സുള്ളത്. ജനറസ്. ദേ ഹവ് ബീൻ ജനറസ് ടു ആരോട്? ദെയർ നെയ്ബേഴ്സ്. മനസ്സിലായോ? ഹെൽപ്ഫുൾ ടു, കൈൻഡ് ടു, ജനറസ് ടു, പൊളൈറ്റ് ടു. ഇനി ഭയങ്കര റൂഡാണെങ്കിലോ, തീരെ പൊളൈറ്റ് അല്ലാത്ത ഓപ്പോസിറ്റ്, ഭയങ്കര ദേഷ്യം പിടിച്ച് ചീത്ത പറഞ്ഞ ആൾക്കാരെ കണ്ടുപിടിക്കുന്ന ടൈപ്പ് സ്വഭാവമാണെങ്കിൽ ദേ വേ വെരി റൂഡ്. ആരോട്? വെയിട്രസിനോടാണെങ്കിൽ ടു ദ വെയിട്രസ്. ദേ വർ വെരി റൂഡ് ടു ദ വെയിട്രസ്. അല്ലെങ്കിൽ വളരെ മോശമായിട്ട് വരും, മീനാവുക. ഇപ്പോൾ ചില കുട്ടികളൊക്കെ ഒരു തീരെ കൈൻഡ് അല്ലാത്ത ബിഹേവിയർ ആണെങ്കിൽ അവർ മീനാണെന്ന് പറയും നമ്മൾ. ഷീ ക്യാൻ സംടൈംസ് ബി മീൻ. ആരോട്? ടു ഹെർ സിബ്ലിങ്സ്. അവളുടെ സഹോദരി സഹോദരന്മാരോട്. അതാണ് സിബ്ലിങ്സ് കേട്ടോ. കുറച്ച് മീൻ, ഇടയ്ക്ക് അവൾ കുറച്ച് മീനാണ്. സാധനമൊന്നും ഷെയർ ചെയ്യില്ല, എടുത്തിട്ട് പൊട്ടിക്കും അവരുടെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഷീ ക്യാൻ സംടൈംസ് ബി മീൻ ടു ഹെർ സിബ്ലിങ്സ്. മനസ്സിലായോ? ഇനി ഇതുപോലെ ഫോർ വെച്ച് ഉപയോഗിക്കുന്ന ഒരു ഇത് പറഞ്ഞുതരാം. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നല്ലതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഫോർ ഉപയോഗിക്കും. ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്നത് നല്ലതല്ലേ? അപ്പോൾ എക്സസൈസ് ഇസ് ഗുഡ് ഫോർ യു. സ്ട്രെസ് വളരെ മോശമാണ് എന്ന് പറയണമെങ്കിലോ, സ്ട്രെസ് ഇസ് ബാഡ് ഫോർ യു. കുറേ പഞ്ചാര കഴിച്ചാൽ പല്ല് കേടാവും. അപ്പോൾ ടു മച്ച് ഷുഗർ ഇസ് ദോഷമാണെന്ന് പറയാൻ ഇസ് ഹാംഫുൾ ഫോർ യുവർ ടീത്ത്. വായിക്കുന്നത് നമ്മുടെ തലയ്ക്കൊക്കെ നല്ലതാണ്, മെൻ്റൽ ഹെൽത്തിന് നല്ലതാണെന്ന് എങ്ങനെ പറയാം? റീഡിങ് ഇസ് ഗുഡ് അല്ലെങ്കിൽ ഗ്രേറ്റ് ഫോർ യുവർ മെൻ്റൽ ഹെൽത്ത്. ഈ ഒരു സ്ഥലത്ത് നന്നായിട്ട് അരി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ഏരിയ, ഈ ഒരു റീജിയൻ വളരെ പ്രസിദ്ധമായ സ്ഥലമാണ്. എന്തിന്? റൈസ് ഉണ്ടാക്കുന്നതിന്. അപ്പോൾ എങ്ങനെ പറയും? ദിസ് റീജിയൻ ഈസ് വെൽ നോൺ ഫോർ ഇറ്റ്സ് റൈസ് പ്രൊഡക്ഷൻ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ എന്തൊരു കാര്യത്തിന് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വായിക്കുന്നത് മെൻ്റൽ ഹെൽത്തിന് നല്ലതാണ്, പല്ലിന് ദോഷമാണ്, കൃഷി നന്നായി ചെയ്യുന്നതിന് ഫേമസ് ആണ്. മനസ്സിലായോ? അങ്ങനെയാണ് ഫോർ എന്നുള്ളത് ഉപയോഗിക്കുക. അത് വളരെ നമുക്ക് ആവശ്യം വരുന്ന സെൻറ്റൻസുകളാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറച്ച് ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. ഇനി ചിലപ്പോൾ നമ്മൾ പറയില്ലേ, കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ സ്കില്ലുണ്ട്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കുന്നത് ഇന്നാണ്. അവൾ ആ പ്രോജക്റ്റിൽ അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഷീസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രോജക്റ്റ്. ഷീസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രോജക്റ്റ്. അവർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ വേണം ഡിസൈൻ ചെയ്യാൻ. എങ്ങനെ പറയും? അപ്പോൾ എന്തിനാണ് എക്സ്പീരിയൻസ് ഉള്ളത്? ഡിസൈനിൽ. അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ വേണമെന്ന് പറയാൻ അവർക്ക് വേണം. ദേ വോണ്ട് സംവൺ. ഒരാളെ വേണം അവർക്ക്. ദേ വോണ്ട് സംവൺ. എങ്ങനെയുള്ള ആൾ? എക്സ്പീരിയൻസ് ഉണ്ടാവണം അയാൾക്ക് ഡിസൈനിൽ. ഹൂ ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ഡിസൈൻ. മനസ്സിലായോ? ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രോജക്റ്റ്, എക്സ്പീരിയൻസ്ഡ് ഇൻ ഡിസൈൻ. നല്ല കോംപ്ലക്സ് ആയിട്ടുള്ള മാത്സ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ അവന് സ്കില്ലുണ്ട്. എങ്ങനെ പറയും? ഹീ സ്കിൽഡ് ഇൻ സോൾവിങ് കോംപ്ലക്സ് പ്രോബ്ലംസ്. അവർ കമ്മ്യൂണിറ്റീസിൻ്റെ ആക്ടിവിറ്റീസിലൊക്കെ വളരെയധികം ഇൻവോൾവ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ഇൻ, സ്കിൽഡ് ഇൻ, ഇൻവോൾവ് ഇൻ, ആ രീതിയിൽ ഉപയോഗിക്കാം. ദേ ആർ ഡീപ്ലി ഇൻവോൾവ്ഡ് ഇൻ ദ കമ്മ്യൂണിറ്റീസ് ആക്ടിവിറ്റീസ്. അവൾ ലാർജ് ഇവൻറ്റ്സ് ഒക്കെ മാനേജ് ചെയ്യാൻ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എങ്ങനെ പറയും? ഷീ ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ മാനേജിങ് ലാർജ് ഇവൻറ്റ്സ്. മനസ്സിലായോ? ഇത് ഇൻ, ഫോർ, ടു ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച നോർമൽ ഒരു യൂസിന് പുറമെ പല വാക്കുകളുടെയും കൂടെ ഉപയോഗിക്കും. അപ്പോൾ ഈ സെൻറ്റൻസുകളൊക്കെ നമുക്ക്
ഡെയിലി യൂസിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകളല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് കറക്റ്റായിട്ട് പറയാന്നുള്ളത് നമ്മൾ പഠിക്കണം. അത് നമ്മൾ കുറേ വായിച്ചാണ് ഇങ്ങനത്തെ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഒക്കെ പൊതുവെ അറിയുക. പക്ഷേ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ലിസ്റ്റ് ആയതുകൊണ്ട് ഇതങ്ങ് പഠിക്കുക. ഓക്കെ. ഞാൻ പറഞ്ഞ മാതിരി ഈ വീഡിയോ ഒന്ന് കണ്ട് അതിനൊപ്പം അത് മനസ്സിലാക്കി പോവാം. അതിനുശേഷം ഒന്നുകൂടെ പറ്റുമെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് സ്വയം ഗസ് ചെയ്യാൻ നോക്കണം. ആ വാക്ക് ഏതാന്ന്. അത് തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. അപ്പോൾ ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ ഈ സീരീസിലെ ലെസൺസ്. അപ്പോൾ നന്നായി പഠിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.